ഹലോ, ഇന്നത്തെ മോർണിംഗ് വൈബിൽ നമ്മൾ കുറച്ച് താമരകൾ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ കാണിക്കുന്ന ഈ ഒരു താമര അഖില എന്ന് പറയുന്ന താമരയിന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ഷെയ്ഡ് നല്ല പീച്ച് പോലത്തെ ഒരു കളറുമാണ്. നല്ല വലിപ്പമുള്ള താമരയാണ്. നീളത്തിലുള്ള ഇതളുകൾ, തിങ്ങിയ ഇതളുകളാണ് ഈ ഒരു താമരയ്ക്കുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ താമര ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്ന താമരയിന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വലിപ്പമുണ്ട്. ഉൾവശം പച്ച കളറായിരിക്കും. പിന്നെ ഇതളുകൾ കണ്ടു കഴിഞ്ഞാൽ നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഇതളുകളാണ് ഈ ഒരു താമരപ്പൂവിന് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ കുറച്ച് ഹൈറ്റിൽ പോയിട്ട് വിടരുന്ന ഒരു താമരയിന് ഗ്രീൻ ആപ്പിൾ നല്ല ഉയരത്തിൽ പോവും. നല്ല ഭംഗിന് കാണാനായിട്ട്. ഉൾവശം പച്ചയും പുറകു വശം നല്ല ക്രീം കളറുമായിട്ട് നല്ല വലിയ താമരപ്പൂവാണ്. അടുത്തത് വൈറ്റ് പിയോണി എന്ന് പറയുന്ന താമരയിന് ഇത് അധികം ഉയരത്തിൽ പൂവില്ല ഇതിൻ്റെ പൂക്കൾ. പിന്നെ ഒരുപാട് പൂക്കളുണ്ടാവും. ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി താമരയിന് വൈറ്റ് പിയോണി എപ്പോഴും ഇതിൽ പൂക്കൾ കാണും. 4ഉം 5ഉം പൂക്കൾ എപ്പോഴും ഈ ഒരു വെറൈറ്റി താമരയിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള തൂവെള്ള കളറിലുള്ള താമരപ്പൂവാണ് കേട്ടോ വൈറ്റ് പിയോണി. നല്ല ഭംഗിന് തിങ്ങിയ ഇതളുകളും നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പും ഒക്കെ ഈ വൈറ്റ് പിയോണി എന്ന് പറയുന്ന താമരപ്പൂവിനുള്ളത്. അടുത്തത് മിറാക്കിൾ എന്ന് പറയുന്ന ഒരു താമരയിന് ഈ കാണുന്നത്. ഇത് നമ്മുടെ 2 കൈ വെച്ചാലും നമുക്ക് ചിലപ്പോൾ ഇത് പിടിക്കാൻ കിട്ടില്ല. അത്രയ്ക്കും വലിപ്പമുള്ള ഒരു താമരപ്പൂവാണ് മിറാക്കിൾ. നല്ല തിങ്ങിയ ഇതളുകളും പെറ്റലുകൾ നല്ല ഷെയ്ഡ് പോലത്തെ പെറ്റലുകളും ഇതളുകൾ കണ്ട അരികുവശം നല്ല ഡാർക്ക് റോസും നടുവിൽ ലൈറ്റ് കളറുമായിട്ട്. ഇത് സിയാം റൂബി എന്ന് പറയുന്ന ഒരു വെറൈറ്റി താമരയിന്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ചുമന്ന കളറ് താമരയാണ്. പിന്നെ സൂര്യൻ നന്നായി ഉദിച്ച് കഴിയുമ്പോഴാണ് ഇത് വിടരുള്ളൂ. അതുവരെ ഇതിങ്ങനെ നിൽക്കും കൂമ്പി.